ഹലോ ഗൈസ്, വെൽക്കം ടു IAS ഇഗ്നൈറ്റ് ഡെയിലി ന്യൂസ് അനാലിസിസ് IDN. നമ്മൾ ഇന്ന് മെയ് 9 2026 ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് നോക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 5 ആർട്ടിക്കിൾസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് ബ്രീഫ് ഓവർവ്യൂ ആയി നോക്കിയ ശേഷം ഒരു ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് എടുത്തത് ഒരു ഓപ്പൺ ആണ്. ഓക്കെ, ഓപ്പൺ എഡിറ്റോറിയലാണ്. അതിനകത്ത് വരുന്നതിന് ശേഷം നമ്മൾ ഡാറ്റ സ്റ്റാൻഡർഡൈസേഷൻ, ഓക്കെ, ഒരുപാട് മിനിസ്ട്രീസ് ഉണ്ട്, ഒരുപാട് ഡാറ്റ ഉണ്ട്. അത് വെച്ച് നമ്മൾ എന്തൊക്കെയാണ് ചലഞ്ചസ് പ്രസന്റിൽ ഫേസ് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാം. സൊല്യൂഷൻസ് എന്തൊക്കെയാണ് അവിടെ കുറച്ച് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ആക്ച്വലി നമുക്കറിയാം ഒരുപാട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലേ, അപ്പൊ അതിലേക്കുള്ള അപ്പോയിന്റ്മെന്റിന്റെ ഒരു എന്താ പറയാ ഒരു ട്രജക്ടറി നോക്കുന്നതാണെങ്കിൽ കുറച്ച് ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു. മുമ്പ് 2023 ഒരു ആക്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതിനിപ്പോൾ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട് സുപ്രീം കോടതിയിൽ. അതിന്റെ പെറ്റീഷൻസ് ഇപ്പോൾ റീസെന്റ് നടക്കുന്നത് കൊണ്ടാണ് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധയിൽ വന്നത്. ആ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്ന ആക്ച്വലി നമ്മുടെ എന്താ പറയുക ഫ്രീഡം സ്ട്രഗിൾസിനകത്തുള്ള 2 ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. പ്രത്യേകിച്ച് UPSCക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണാലിറ്റീസ് ആണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറും മഹാത്മാഗാന്ധി അല്ലെ. അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു എന്താ പറയുക ചർക്കന്റെ ബേസിൽ ഒരു ഡിസ്അഗ്രിമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു 2 പേഴ്സണാലിറ്റികൾ UPSCക്ക് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഇമ്പോർട്ടന്റ് അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ നമ്മൾ നോക്കാനുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്ന വെച്ചാൽ 2 പ്രിലിംസിന്റെ ജസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ഒരു ആർട്ടിക്കിൾസ് ആണ്. ഇത് ആക്ച്വലി വെച്ചാൽ ഒന്ന് MGNREG ചെറിയ നമ്മുടെ മഹാത്മാഗാന്ധി ആ ഒരു തൊഴിലുറപ്പിന്റെ ഒരു സ്കീം ഉണ്ടല്ലോ, അത് റീസെന്റ് VBG റാംജി രീതിയിലേക്ക് പെരുന്നാമൻ മാറ്റിയിട്ട് ഇതിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത് വരുമ്പോൾ എന്തൊക്കെയാണ് ആ കോണ്ടെക്സ്റ്റിലുള്ള സ്കീമിന്റെ റെലവൻസ്, ഡാറ്റ എങ്ങനെയാണ് വരുന്നത്, ആ രീതി നോക്കുന്നുണ്ടാവും. പിന്നെ വരുന്ന ഒന്ന് നമ്മുടെ താര എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലൈഡ് വെപ്പണ് എന്താ പറയുക ഇന്ത്യ നമ്മുടെ DRDO ഫുൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഫസ്റ്റ് ഒരു ട്രയൽ ഫ്ലൈറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ബ്രീഫായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആക്ച്വലി വെച്ചാൽ ദ എലിഫന്റ് ഇൻ ദ ഇന്ത്യാസ് ഡാറ്റ റൂം. ഓക്കെ, ഇത് ആക്ച്വലി വരുന്നത് നമ്മൾ GS2 ഗവേണൻസ്, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, അതേപോലെ GS3 എക്കണോമി കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ബേസിക്കലി പറയുന്നത് വെച്ചാൽ ആക്ച്വലി ഇവിടെ തന്നെ പറയുന്നുണ്ട് ഒരുപാട് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റിന് ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് ചോദിക്കുന്നുണ്ടാവും അല്ലേ. എന്തായാലും ചില അവരിലൊരു ചെക്സ് ആൻഡ് ബാലൻസ് നോക്കുകയാണെങ്കിൽ മിനിസ്റ്റേഴ്സ് ഒക്കെ വരെ വർക്ക് ചെയ്യുന്നുണ്ടോ, പിന്നെ അവർക്ക് അവരുടെ കൺസേൺസ് അഡ്രസ് ചെയ്യാനൊക്കെയുള്ള പ്ലാറ്റ്ഫോമാണ് പാർലമെന്റിലെ. അപ്പൊ അവിടെ ആക്ച്വലി പല ക്വസ്റ്റ്യൻസുകൾ MPമാർ ചോദിക്കുന്ന ബേസിക് കാര്യങ്ങൾ വെച്ചാൽ ഇത് എത്രമാത്രം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ പല സ്കീമുകളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ചോദിക്കുന്നുണ്ടാവുക. പക്ഷെ ബേസിക്കലി വെച്ചാൽ ഈ പല മിനിസ്ട്രീൻ്റെ ഒക്കെ പല ഡാറ്റകൾ ഉണ്ടല്ലോ, ഇതൊക്കെ ഓൾറെഡി പബ്ലിക്കിൽ അവൈലബിൾ ആയ കാര്യങ്ങളായിരിക്കും. പക്ഷെ എന്നിട്ട് കൂടെ അവർക്ക് ലഭിക്കുന്നില്ല, ആർക്ക് MPമാർക്ക് തന്നെ. അപ്പൊ ബേസിക്കലി ഇവിടെ തന്നെ പറയുന്നുണ്ട് ആക്ച്വലി ഈ 17ാമത്തെ ലോക്സഭയിൽ തന്നെ പാർലമെന്ററി ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഓൺ ഡ്യൂറിംഗ് ദി യൂത്ത് എംപ്ലോയ്മെന്റ്. ഓക്കെ, യൂത്ത് എംപ്ലോയ്മെന്റ് ആക്ച്വലി വെച്ചാൽ അവർ ബേസിക്കലി ഈ ബേസിക് ആയിട്ടുള്ള ഫാക്ടുകളൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ ആക്ച്വലി അവർക്ക് തന്നെ ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങൾ അവൈലബിൾ ആകുന്നില്ല. അപ്പം ആക്ച്വലി ഇതൊക്കെ ഒരു മിനിസ്ട്രി വഴി നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണെങ്കിൽ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടും ഒരു എന്താ പറയുക മെക്കാനിസം ഉണ്ടെങ്കിൽ നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ അവൈലബിൾ കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല അവർക്ക് പോളിസി ആയിട്ടുള്ള പല സ്റ്റെപ്സുകൾ കൊടുക്കാൻ, അല്ലെങ്കിൽ ബില്ലുകൾ അവതരിപ്പിക്കാൻ പല രീതിയിലും ഈ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാനും ഒക്കെ നോക്കുമ്പോഴും ഈ ഡാറ്റ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇവിടെ പറയുന്ന നെക്സ്റ്റ് such as asking how many schools have functional toilets, how many pensions were disbursed in a given year, like how many beneficiaries have received a particular scheme. ഇതൊക്കെ ആക്ച്വലി വെച്ചാൽ these questions address important public concerns, but so already exist in the public domain in a clear, standardized and easily accessible format. Okay, ആ രീതിയിൽ അവിടെ തന്നെ ആക്ച്വലി ഒരു നമ്മളെ പാർലമെന്റിന്റെ ടൈമും കാര്യങ്ങളും അവിടെ ലോസ് ആകുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ വരുമ്പോഴാണ് ആക്ച്വലി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ബെറ്റർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ പറയുന്ന ആക്ച്വലി ഇന്ത്യ റിയാലിറ്റി എന്താ വെച്ചാൽ ഇന്ത്യസ് ഡാറ്റ സിസ്റ്റം ഈസ് ഫ്രാഗ്മെന്റഡ് ആൻഡ് ലാക്സ് ഇന്റർ ഓപ്പറബിലിറ്റി. ഓക്കെ, അതുകൊണ്ടാണ് ആക്ച്വലി ഡാറ്റ സ്റ്റാൻഡർഡൈസേഷൻ ആണ് ആക്ച്വലി നമ്മുടെ ഒരു എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറഞ്ഞുകൊണ്ട് ബേസിക്കലി ഒരു വലിയൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്റ്റും നോക്കണല്ലോ, ഡാറ്റ സ്റ്റാൻഡർഡൈസേഷൻ്റെ കാര്യം നോക്കുമ്പോഴും ഇവിടെ പറയുന്നുണ്ട് ആക്ച്വലി വെച്ചാൽ നാഷണൽ ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം വിഷൻ ഡോക്യുമെന്റ് റിലീസ്ഡ് ബൈ നീതി ആയോഗ്. അത് പറയുന്നത് ഇന്ത്യ ഡാറ്റ എക്കോസിസ്റ്റം എന്നുള്ളത് റിമെയിൻസ് ഇൻകൊഹറന്റ് വിത്ത് മിനിസ്ട്രീസ് ആൻഡ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ഇപ്പോൾ ഫെയിലിംഗ് ടു യൂസ് ഷെയർഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ കോമൺ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ആൻഡ് ഈവൻ ഡിഫൈനിങ് ബേസിക് ആട്രിബ്യൂട്ട്സ് ജസ്റ്റ് ടൈം പീരിയഡ് ആൻഡ് റീജിയണൽ ഇൻകൺസിസ്റ്റന്റ്ലി. അപ്പോൾ പല ഡിഫറെന്റ് മിനിസ്ട്രികളും കാര്യങ്ങളും നമ്മൾ ഡാറ്റകൾ തന്നെ ഈ ടൈം പീരീഡിന്റെ കേസിലാണെങ്കിലും അതല്ലാതെ റീജിയൻസിന്റെ കേസിലാണെങ്കിലും ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ അത് തമ്മിലുള്ള ഇന്റർ ഓപ്പറബിലിറ്റി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ആ പ്രശ്നം ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ നീതി ആയോഗ് തന്നെ
നാഷണൽ ഡാറ്റ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം വിഷൻ ഡോക്യുമെന്റിൽ പറഞ്ഞ കാര്യം അത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഇപ്പം ഈ അബൻഡൻസ് ഉണ്ടായിട്ട് കൂടെ ഡസ് നോട്ട് ഇക്വേറ്റ് യൂസബിലിറ്റി. ഓക്കെ, അതുകൊണ്ട് ഡാറ്റ കളക്ടഡ് ബൈ ഇൻഡിവിജ്വൽ മിനിസ്ട്രീസ് ഫോർ ദർ ഓൺ പ്രോഗ്രാംസ് ഓഫൻ കനോട്ട് ബി ഇന്റഗ്രേറ്റഡ് സീംലെസ്ലി. ആ ബുദ്ധിമുട്ടൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, മീഡിയ റിപ്പോർട്ട് പ്രകാരം, ജൂണിലെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് വെച്ചാൽ ഈ സെയിം ബെനിഫിഷ്യറി ആയിട്ടുള്ള ആൾക്കുണ്ടല്ലോ, ഇപ്പൊ എന്താ പറയുക, വെൽഫെയർ പ്രോഗ്രാം തന്നെ സെയിം ബെനിഫിഷ്യറി മൾട്ടിപ്പിൾ ടൈംസിൽ വരുന്നുണ്ടോ. അതൊക്കെ വരുമ്പോൾ ആക്ച്വലി നമുക്ക് ഫിനാൻഷ്യലിയും ഫിസിക്കലി വഴി ഒരുപാട് ലീക്കേജുകളാണ് ഫേസ് ചെയ്യുന്നത് ഗവൺമെന്റ്. ഓക്കെ, ഇപ്പോൾ പറയുന്നത് എന്താ, ഇൻഫ്ലേറ്റ് സ്പെൻഡിങ് ബൈ 4% 7% ആനുവലി. അപ്പൊ ആ രീതിയിൽ മൾട്ടിപ്പിൾ ഇതൊക്കെ വരുമ്പോൾ ആക്ച്വലി ഈ രീതിയിൽ ഇത്രയും മാത്രം ഫിനാൻഷ്യൽ ലോസ് നമ്മൾ ഗവൺമെന്റ് ഫേസ് ചെയ്യുന്നുണ്ട്, ലീക്കേജ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ എന്താ പറയുന്നത്, കുറച്ചൊരു സാമ്പിൾ പറയുന്നുണ്ട്. നോട്ടബിളി ഡിലീറ്റിംഗ് 17.1 million ഇൻഎലിജിബിൾ നെയിംസ് ഫ്രം ദ PM കിസാൻ. ഓക്കെ, അതുപോലെ എന്താ ആക്ച്വലി സേവ് 90 billion Indian rupees ഇൻ ഫിനാൻഷ്യൽ ഇയർ 24. ആ ഒരു കാര്യം പറയുന്നത്. പിന്നെ അല്ലാണ്ട് എന്താ, ബോഗസ് ആയിട്ടുള്ള LPG കണക്ഷൻസ്, ജെന്യൂൻ അല്ലാത്ത LPG കണക്ഷൻസ് റിമൂവ് ചെയ്യുന്ന വഴി ആക്ച്വലി 35 million റിമൂവ് ചെയ്തു. അതുവഴി എത്രയാ, 210 billion over 2 years. അത്രയും ഇന്ത്യൻ റുപ്പി സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്, 16 million ഫേക്ക് ആയിട്ടുള്ള റേഷൻ കാർഡ് എലിമിനേറ്റ് ചെയ്ത വഴി ആക്ച്വലി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക 100 billion ഇന്ത്യൻ റുപ്പി ആനുവലി സേവ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, ആ കാര്യം നോക്കാം. പിന്നെ പറഞ്ഞ വെച്ചാൽ ആക്ച്വലി നമ്മൾ ഹെൽത്ത് സെക്ടറിനകത്തുള്ള കാര്യം പറയുന്നുണ്ട്. ഹെൽത്ത് സെക്ടറിനകത്ത് തന്നെ ഇപ്പം എന്താ പറയുക, ചൈൽഡ്ഹുഡിന് ട്യൂബർക്ലോസിസ് നോക്കുമ്പോൾ ആക്ച്വലി ഇത് സെപ്പറേറ്റ് ആയി റെക്കോർഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എൻട്രികളും കാര്യങ്ങളും വരുമ്പോൾ ശരിക്കും ആക്യുറേറ്റ് ആയിട്ട് ഡാറ്റ കിട്ടുന്നുണ്ടാവില്ല. ഇവിടെ പറഞ്ഞ വെച്ചാൽ എന്താ, റെക്കോർഡ് സെപ്പറേറ്റ്ലി ഇൻ ദ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോഴെന്തൊക്കെ ചെയ്യുന്നത്, ഡിസീസ് സർവൈലൻസ് നെറ്റ്വർക്ക്, ഇമ്മ്യൂണൈസേഷൻ രജിസ്ട്രീസ്, അതൊക്കെ വരുമ്പോൾ ആക്ച്വലി റിസൾട്ടിങ് ഇൻ ദ സെയിം പേഷ്യന്റ് ബീങ് കൗണ്ടഡ് മൾട്ടിപ്പിൾ ടൈംസ്. ഓക്കെ, അത് വരുമ്പോഴെന്താ ആക്ച്വലി നമുക്ക് ആ ഡാറ്റ കറക്റ്റ് അല്ലാതെ വയ്ക്കുമ്പോൾ അത് ബേസ്ഡ് ഡിസിഷൻ എടുക്കുമ്പോഴും ഒക്കെ തീരുമാനിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഗവൺമെന്റ് തന്നെ. ഓക്കെ, ആ പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താ വരുന്നത് വെച്ചാൽ നമ്മുടെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് പ്രകാരമാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക, അപ്ഡേറ്റ് ആയിട്ട് ഡാറ്റ കിട്ടാത്തത് കൊണ്ടും നമ്മൾ ആ ഒരു ഇതിനകത്ത് വളരെ പുറകിൽ നിൽക്കുന്നത്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. പിന്നെന്താ പറയുന്നത്, ആക്ച്വലി പ്രശ്നങ്ങൾ കാരണം എന്താ, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് OECD ചൂണ്ടിക്കാണിക്കുന്ന വെച്ചാൽ ആക്ച്വലി ഇത് കാരണം നമ്മൾ ബെറ്റർ ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവിംഗ് പബ്ലിക് സെക്ടർ ഡാറ്റ അവൈലബിലിറ്റി ആൻഡ് ഷെയറിംഗ് കുഡ് ആഡ് അപ് ടു 1.5% GDP. ഓക്കെ, വെച്ചാൽ ഈ പബ്ലിക് സെക്ടറിൽ തന്നെ നമുക്ക് ആ ഡാറ്റയും കാര്യങ്ങളും ബെറ്റർ ആക്കി ചെയ്യാനും അത് അവൈലബിലിറ്റി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 1.5% GDP നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, കൂടാതെ ഇവിടെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇതിനൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടർ ഡാറ്റ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ 1.5% എന്നുള്ളത് 2.5%ന്റെ എന്താ പറയുക അഡീഷണൽ എക്കണോമിക് ബെനിഫിറ്റ് കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, 2.5% GDP വരെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് എന്താ, പുവർ ഡാറ്റ ഗവേണൻസിന്റെ കോസ്റ്റ് എന്നുള്ളത് ലൈസ് നോട്ട് ഓൺലി ഇൻ മിസ്ഇൻഫോംഡ് ഡിസിഷൻസ് ബട്ട് ഓൾസോ ഇൻ സ്ക്വാൻഡേർഡ് എക്കണോമിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പം ഈ ഡിസിഷൻ മേക്കിങ്ങിന് മാത്രമല്ല നമ്മൾ അത്രയും ആവശ്യമായിട്ടുള്ള എക്കണോമിക് പൊട്ടൻഷ്യൽ കൂടിയാണ് ലോസ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെന്താ പറയുന്നത്, പക്ഷെ പറയുന്നത് വെച്ചാൽ നാഷണൽ ഡാറ്റ ഗവേണൻസ് ഫ്രെയിംവർക്ക്. ഓക്കെ, NDGF അത് പ്രകാരമാണെങ്കിൽ ആ ഒരു NDGFP പോളിസി പ്രകാരം ആക്ച്വലി പ്രൊപ്പോസ് ഇന്ത്യ ഡാറ്റ മാനേജ്മെന്റ് ഓഫീസ്. ഓക്കെ, അപ്പൊ അത് എന്താ ഒരു കീ സ്റ്റോൺ ആയിട്ട് റിഫോം കൊണ്ടുവരുന്നതാണെങ്കിൽ നമുക്ക് ബേസിക്കലി അക്രോസ് ദ മിനിസ്ട്രീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ, ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബി കീ സ്റ്റോൺ ഓഫ് റിഫോം ബൈ ഡെവലപ്പിംഗ് എൻഫോഴ്സിംഗ് കോമൺ റൂൾസ്, സ്റ്റാൻഡേർഡ്സ്, ഗൈഡ് ലൈൻസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഓക്കെ, അക്രോസ് മിനിസ്ട്രീസും സ്റ്റേറ്റ്സും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക ഇന്ത്യ ഡാറ്റ മാനേജ്മെന്റ് ഓഫീസ് പ്രകാരമായിട്ടുള്ള ആ ഒരു ബേസിൽ ഡാറ്റ കിട്ടുന്നുണ്ടാവും. അത് ബെറ്റർ ആയിട്ട് എല്ലാ മിനിസ്ട്രികൾക്കും സ്റ്റേറ്റുകൾക്കും ആവശ്യാനുസരണം യൂസ് ചെയ്യാനും ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്യാനും എക്കണോമിക് പൊട്ടൻഷ്യൽ കൂട്ടാനും സഹായിക്കുന്നുണ്ടാവും. ഓക്കെ, അതായത് ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെന്താ പറയുന്നത്, ലൈക്ക് ഇവിടെ പറയുന്നുണ്ട് ആക്ച്വലി വെച്ചാൽ UN സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ് ഫോർ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെ ഗ്ലോബൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രെയിംവർക്സ് അതുമായിട്ട് ഹാർമണൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് കൂടെ ബെറ്റർ ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ബേസിക്കലി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഡെഫിനിഷനും കാര്യങ്ങളും ഡാറ്റ അനാലിസിസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുവഴി. ഓക്കെ, പിന്നെന്താ വെച്ചാൽ ആക്ച്വലി ഇന്ത്യയുടെ ഓപ്പൺ ഡാറ്റ പ്ലാറ്റ്ഫോമാണ് data.gov.in. അതുവഴി നമ്മൾ ചെയ്യുമ്പോൾ ആക്ച്വലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്കീമ കൺസിസ്റ്റന്റ് റെപ്പോസിറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അത് ആക്ച്വലി ഈ പബ്ലിക് അവൈലബിലിറ്റി ഇൻഫർമേഷനും ഇന്റേണൽ നീഡ്സിനും ഇത് ബേസിക്കലി ഹെൽപ്ഫുൾ ആയി ചെയ്യുന്നുണ്ടാവും. ഓക്കെ,
പിന്നെ വരുന്ന ശേഷം എന്താ ഇവിടെ പറയുന്നുണ്ട്, മിനിസ്ട്രീസിലൊക്കെ ഈ ഒരു സ്റ്റാൻഡേർഡൈസ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ബെറ്റർ ആയിട്ട് ആക്സസ് ചെയ്യാൻ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ IDMO അല്ലെ, IDMOന്റെ സ്റ്റാൻഡേർഡ്സോട് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്കും ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്കും കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെന്താ പറയുന്നത് വെച്ചാൽ ആക്ച്വലി എന്താ, നീതി ആയോഗിന് ഒരു ഡാറ്റ ഗവേണൻസ് ക്വാളിറ്റി ഇൻഡെക്സ്, ഓക്കെ, അപ്പൊ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ആനുവൽ ബെഞ്ച് കൊണ്ടുവരുന്ന, അപ്പൊ ആ രീതി കൊണ്ടുവരുമ്പോഴെന്താ നമ്മളിപ്പം ഹെൽത്തി കോമ്പറ്റീഷൻ അക്രോസ് ദ മിനിസ്ട്രീസ് അക്രോസ് ദ സ്റ്റേറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും ഈ ഡാറ്റ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകും. ആ ഒരു ഡാറ്റ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ആക്ച്വലി എന്താ, അത് ഓവറോൾ നമ്മുടെ സ്റ്റേറ്റിന്റെ, നമ്മുടെ ഓവറോൾ ഗവൺമെന്റ് തന്നെ ബെറ്റർ ആയിട്ടുള്ള ഇൻഫോം ഡിസിഷൻസിലേക്കും എക്കണോമിക് പൊട്ടൻഷ്യൽ കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. ആ രീതിയിലാണ് പറഞ്ഞ വെച്ചാൽ നീതി ആയോഗിന്റെ ഡാറ്റ ഗവേണൻസ് ക്വാളിറ്റി ഇൻഡെക്സ് കാര്യങ്ങളും കൊണ്ടുവരാനും അത് അക്കൗണ്ടബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാനും മുമ്പോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആ രീതി കൊണ്ടുവരുന്ന ലക്ഷ്യം എന്താ, ഈ ഡാറ്റ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ട് 5 ട്രില്യൺ എക്കണോമി ആ രീതിയിൽ മുമ്പോട്ട് പോകാനും നമുക്ക് സഹായിക്കേണ്ട രീതിയിലാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, കാര്യം മനസ്സിലാക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ എന്താ, ഡാറ്റ സ്റ്റാൻഡർഡൈസേഷൻ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ ആ ഒരു ഫ്രാഗ്മെന്റഡ് ആണ്, ഇൻകൊഹറന്റ് ആണ് നമ്മുടെ ഡാറ്റകളും കാര്യങ്ങളും. പിന്നെന്താ പറയുന്നത് വെച്ചാൽ പാർലമെന്റിന് എന്താ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, അക്സബിലിറ്റി ഉണ്ട്, ബേസിക് സ്കീം ഡാറ്റക്ക് പോലും. ഓക്കെ, പിന്നെന്താ പറയുന്നത്, മിനിസ്ട്രീസ് തന്നെ ഡിഫറെന്റ് ഡെഫിനിഷൻസും ഫോർമാറ്റൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത്, അതൊരു ഇൻകൺസിസ്റ്റന്റിലാണ് നിൽക്കുന്നത്. പിന്നെന്താ പറയുന്നത്, 4 to 7% ആനുവലി ആ ഒരു ഫിസിക്കൽ ലീക്കേജുകൾ പോലും പല ഇതിനകത്തും വരുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ബെനിഫിഷ്യറി വരുമ്പോൾ കാണുകയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്, PM കിസാന്റെ ഒരു നമ്മൾ ഡാറ്റ പറഞ്ഞു 17.1 മില്യൺ ഇൻഎലിജിബിൾ നെയിംസ് വരുമ്പോൾ ഡിലീറ്റ് ചെയ്തപ്പോൾ സേവ് ചെയ്തത് 90 ബില്യൺ റുപ്പീസ് ആണ്. LPGന്റെ തന്നെ 35 മില്യൺ ബോഗസ് കണക്ഷൻസ് റിമൂവ് ചെയ്തപ്പോൾ ആക്ച്വലി എന്താ സേവ്ഡ് 210 ബില്യൺ. ഇതുപോലെ റേഷൻ കാർഡുകളാണെങ്കിലും 60 മില്യൺ ഫേക്ക് എൻട്രീസ് ലിമിറ്റ് ചെയ്തപ്പോൾ 100 ബില്യൺ ഒക്കെ നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, പിന്നെ പോളിസി കൺഫ്യൂഷൻ പറഞ്ഞു, ഹെൽത്ത് സെക്ഷനകത്ത് TB വരുമ്പോൾ ചൈൽഡ്ഹുഡ് വരുമ്പോൾ തന്നെ പല രീതിയിൽ മൾട്ടിപ്പിൾ എൻട്രീസ് വരുമ്പോഴൊക്കെ അതൊരു ഡാറ്റ അക്യുറേറ്റ് അല്ലാതെ പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് നമ്മൾ ബാക്കിൽ നിൽക്കുന്ന മിസ്സിംഗ് ചെയ്യുന്ന ഡാറ്റാസ് അപ്ഡേറ്റഡ് അല്ല കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞ എക്കണോമിക് പൊട്ടൻഷ്യൽ OECD പറയുന്നുണ്ട് എത്രയാ നമ്മൾ ബെറ്റർ ആയി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 1.5% GDP ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സെയിം ടൈം പ്രൈവറ്റ് കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2.5% GDP നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ എന്തൊക്കെ സൊല്യൂഷൻ പറഞ്ഞ വെച്ചാൽ എന്താ, NDGFP പ്രകാരം ആ ഒരു ഇന്ത്യ ഡാറ്റ മാനേജ്മെന്റ് ഓഫീസ് ആ ഒരു കീ സ്റ്റോൺ ഫോമിൽ കൊണ്ടുവരാ, സ്റ്റാൻഡർഡൈസ് ചെയ്യുക കാര്യങ്ങളൊക്കെ. പിന്നെന്താ, ഗ്ലോബൽ അലൈൻമെന്റ് കൊണ്ടുവരാൻ പറ്റണം. സിസ്റ്റംസ് ഓഫ് നാഷണൽ അക്കൗണ്ട്സ് പ്രകാരം UN തന്നെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ തന്നെ നമ്മുടെ അക്രോസ് ഡാറ്റ മാനേജ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കണം. നമ്മളെന്താ പറഞ്ഞത്, ആ ഒരു data.gov.in ആ ഒരു രീതിയിൽ ഓപ്പൺ ഡാറ്റ പ്ലാറ്റ്ഫോം സെൻട്രലൈസ് റെപ്പോസിറ്ററി രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അക്രോസ് മിനിസ്ട്രീസ് സ്റ്റേറ്റ്സുകൾ ഇത് ആക്സസ് സാധിക്കുന്നുണ്ടാവും. ലാസ്റ്റ് പറഞ്ഞ ഈ നീതി ആയോഗ് ഡാറ്റ ഗവേണൻസ് ക്വാളിറ്റി ഇൻഡെക്സ് സെറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ പെർഫോമൻസ് റിവ്യൂ ചെയ്യാനും അത് ആക്ച്വലി ഹെൽത്തി കോമ്പറ്റീഷൻ വഴി അക്രോസ് ദ മിനിസ്ട്രി സ്റ്റേറ്റ്സുകളിലും ബെറ്റർ ആക്കാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അത്യാവശ്യം വെച്ചാൽ എന്താ, എക്സ്പ്ലെയിൻ ആർട്ടിക്കിൾ ആണിത്. നമ്മളെ GS2 അപ്പോയിന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് പോസ്റ്റുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ജസ്റ്റ് നോക്കുകയാണെങ്കിൽ റീസെന്റ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആ അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ പേര് റീസെന്റ് ഒരു നമ്മുടെ ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട് ആണ്, 2023 ആക്ട് ഉണ്ട്. അതിന്റെ പേര് വെച്ചാൽ എന്താ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് സർവീസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആക്ട് 2023. ഓക്കെ, ആ ആക്ടിന് കുറച്ച് എന്താ പറയാ കുറച്ച് ചലഞ്ച് ചെയ്തുകൊണ്ട് പെറ്റീഷൻസ് വന്നിട്ടുണ്ടായിരുന്നു സുപ്രീം കോർട്ടിൽ. അത് ഹിയർ ചെയ്യുന്ന ഒരു കോണ്ടസ്റ്റിലാണ് നമുക്ക് ഇമെയിൽ ഹിയർ ചെയ്യുന്നത് സുപ്രീം കോർട്ട്. ആ കോണ്ടസ്റ്റിലാണ് ആക്ച്വലി ഈ ആർട്ടിക്കിൾ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, കാര്യം നോക്കുന്നതാണെങ്കിൽ സുപ്രീം കോർട്ടിനെ ഈ ഒരു പ്രോസന്റ് പറഞ്ഞ വെച്ചാൽ ടിറനി ഓഫ് ഇലക്റ്റഡ് എന്ന് പറയുന്നത് ഇവിടെ കാരണം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വെച്ചാൽ ആർട്ടിക്കിൾ 324 ക്ലോസ് 2 പ്രകാരമാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ആക്ച്വലി ഇലക്ഷൻ കമ്മീഷണർ ഷുഡ് ബി അപ്പോയിന്റഡ് എങ്ങനെയാ, സബ്ജക്ട് ഇൻ ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ മേഡ് ഇൻ ദ ബിഹാഫ് ഓഫ് പാർലമെന്റ്. ഓക്കെ, പാർലമെന്റ് പറയുന്ന പ്രകാരമുള്ള ലോ പ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി നമുക്ക് ആ ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ലോ മിനിസ്ട്രി പറയുന്നുണ്ടോ അത് PM കൊടുക്കുന്നു, PM എന്നിട്ട് പ്രസിഡന്റിന് കൊടുക്കുന്നു, പ്രസിഡന്റ് അപ്രൂവ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നത്. ഓക്കെ, പക്ഷെ പിന്നെ മാറ്റം വരിക ചെയ്തത്. ഇവിടെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ആ ഒരു കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ആക്ട് 1991 പ്രകാരമാണെങ്കിൽ ഇത് ആക്ച്വലി റെഗുലേറ്റഡ് സാലറീസ്, ടെന്യൂർ, പാനലിന്റെ ഫംഗ്ഷനിങ് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെന്താ നമ്മുടെ ആ ഒരു അപ്പോയിന്റ്മെന്റിനെ കവർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ 1991 ആക്ട്. ഓക്കെ, പിന്നീടാണ് ഇത് മാറ്റം വരാൻ കാരണം വെച്ചാൽ ഇവിടെ തന്നെ പറയുന്നത് എന്താ, ആക്ച്വലി ഒരു യൂണിയൻ ലോ മിനിസ്ട്രി ആണ് പാനൽ പ്രിപ്പയർ ചെയ്യും. അവിടെ നിന്ന് നെയിം സജസ്റ്റിംഗ് ടു PM ആണ്.
പിന്നീട് റെക്കമെൻഡേഷൻ വുഡ് ഗോ ടു പ്രസിഡന്റ്. അങ്ങനെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് 2022 ആക്ച്വലി വെച്ചാൽ അനൂപ് ബരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് ഒരു പറഞ്ഞ ശേഷം എന്താ ഇൻഡിപെൻഡൻസ് ഓഫ് ദ ബോർഡിനെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ രീതിയിൽ ഒരു ഇത് മെക്കാനിസം വരണം ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് ആക്ച്വലി നമ്മുടെ സുപ്രീം കോടതി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഇന്ററിം ആയിട്ടുള്ള ഒരു ടെമ്പററി ഒരു മെക്കാനിസം സെറ്റപ്പ് ചെയ്തു. അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് പ്രൈം മിനിസ്റ്റർ, ലോക്സഭ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, സെയിം ടൈം എന്താ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, പി എം LOP, സെയിം ടൈം CGI വെച്ചാൽ പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഈ 3 പേരും ചേർന്നുകൊണ്ട് ഒരു ഇന്ററിം ഒരു ടെമ്പററി പാനൽ സെറ്റ് ചെയ്ത് ഇവർ സജസ്റ്റ് ചെയ്യുന്ന ആരാണോ അവർക്ക് പ്രസിഡന്റ് കൊടുക്കുന്നു. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി. ഓക്കെ, അത് എക്സ്പ്ലെയിൻ 2023 ആ ഒരു അനൂപ് ബരൻവാൾ കേസിന്റെ റൂളിങ്ങിന് പ്രകാരമായിട്ടാണ് സുപ്രീം കോടതി ചെയ്തത്. എന്നിട്ട് പറഞ്ഞു വെച്ചാല് ഇനി വൺസ് എപ്പോഴാ പാർലമെന്റ് ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം, മാറ്റിയിട്ട് ആ ഒരു പ്രകാരം രീതി ചെയ്യാൻ രീതി പറഞ്ഞു. പക്ഷെ ഇത് ആക്ച്വലി വെച്ചാൽ ഇവിടെ തന്നെ ഈ ഒരു എക്സിക്യൂട്ടീവിന്റെ ഒരു ഇതിനകത്ത് നിന്ന് ഒരു ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു റെപ്രസെന്റേറ്റീവ് രീതിയിൽ CGIനെ സുപ്രീം കോടതി പ്ലേസ് ചെയ്തത്. ഓക്കെ, പക്ഷെ ഇവിടെ കാര്യം എന്താ വെച്ചാൽ ഇതിന് ശേഷം നമ്മുടെ പാർലമെന്റ് ലോ കൊണ്ടുവന്നു. ആ ലോ ആണ് ആക്ച്വലി എന്താ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻ സർവീസ് ടേം ആൻഡ് ഓഫീസ് ആക്ട് 2023. ഈ 2023 ആക്ടിൽ കാര്യം എന്ന് വെച്ചാൽ ഇവർ ആക്ച്വലി എന്താ CGIയിലും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൾ റീപ്ലേസ് ചെയ്തിട്ട് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന ഏത് യൂണിയൻ മിനിസ്റ്ററെയും ക്യാബിനറ്റ് മിനിസ്റ്ററെയും കൊണ്ടുവരാൻ രീതി കൊണ്ടുവന്നു. ഓക്കെ, ചിലവിടെ പറയുന്നുണ്ട് ദ ന്യൂ ലോ റീപ്ലേസ് ദ CGI വിത്ത് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ PM. അപ്പോഴെന്താ സംഭവിക്കുക വെച്ചാൽ ഇവിടെ വന്നതായിരിക്കുക പ്രൈം മിനിസ്റ്റർ വന്നു, ലീഡർ ഓഫ് ഒപ്പോസിഷൻ വന്നു, പിന്നെ വന്ന വെച്ചാൽ ആക്ച്വലി നമ്മുടെ PM എന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ. ഓക്കെ, റീസെന്റ് ആണെങ്കിൽ നമ്മുടെ CEC ജ്ഞാനേഷ് കുമാറിനെ ചെയ്ത സമയത്ത് ഹോം മിനിസ്റ്റർ വന്നിട്ടുണ്ടായത്. ഓക്കെ, ആക്ച്വലി വെച്ചാൽ എന്താ എക്സിക്യൂട്ടീവ് ആണ് മൊത്തത്തിൽ വന്ന ആൾക്കാർ അല്ലേ. അതിനകത്ത് തന്നെ ഈ ഗവൺമെന്റിന്റെ പാർട്ടായിട്ട് തന്നെ 2-3 പേരും എന്താ 3-2 പേരും ഈ PM-ഉം ആ ഒരു യൂണിയൻ മിനിസ്റ്ററും വരുമ്പോൾ തന്നെ അത്രയും മെജോറിറ്റി അഡ്വാൻറ്റേജ് അവർക്ക് വന്നു കഴിഞ്ഞു. അവരുടെ തീരുമാനം അവിടെ വരുന്ന കാര്യം. ഓക്കെ, ആ രീതിയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ മാത്രം എന്താ ഇവിടെ പറഞ്ഞു വെച്ചാല് ഫർദർ ആയിട്ട് ensures that appointment shall not be invalid merely by reason of any vacancy or any defect in the constitution of the selection committee. എന്ന് വെച്ചാൽ ഇപ്പം ബേസിക്കലി ഇപ്പം LOP ഇപ്പം വലിയ മെജോറിറ്റിയിലാണ് പോകുന്നതായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ LOP ആ ഒരു ഉണ്ടാവണമെന്നില്ല പൊസിഷനുള്ള ആള്. അപ്പോൾ ഇല്ലെങ്കിൽ കൂടെ ഇവർ 2 പേരും ബാക്കിയുള്ള PM-ഉം ആ യൂണിയൻ മിനിസ്റ്ററും കൂടി തീരുമാനിച്ചാൽ തന്നെ ആ കാര്യം നിലനിൽക്കുന്നതാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. കൂടാതെ ഇപ്പൊ എന്തെങ്കിലും LOP-ന് ഒരു പ്രശ്നം വന്നാൽ തന്നെ ആ ആക്ച്വലി എടുത്ത ഡിസിഷനിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. വാലിഡ് ആയിരിക്കും രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് ആക്ച്വലി എക്സിക്യൂട്ടീവിന്റെ ആ ഒരു സുപ്രീമസി കൂട്ടുകയാണ് ചെയ്തത്. ആ രീതിയിൽ കൺസേൺ വന്ന് അതിന് ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള പെറ്റീഷൻസ് റീസെന്റ് എന്ത് വന്നിട്ടുള്ളത് സുപ്രീം കോടതിയിൽ വന്ന കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താ ഇഷ്യൂ ക്യാൻ ബൈ ടു ഹെഡ്ലൈൻസ് ബിക്കോസ് സുപ്രീം കോർട്ട് ബെഞ്ച് മെയ് 2026 ഈസ് ഹിയറിംഗ് പെറ്റീഷൻസ് ചാലഞ്ചിങ് 2023 ആക്ട്. അത് നമ്മൾ പറഞ്ഞ എന്താ 23 ആക്ട് വന്ന വെച്ചാൽ അനൂപ് ബരൻവാൾ ആ റൂളിങ്ങിന്റെ കേസിന്റെ പാർട്ടായിട്ട് ആഫ്റ്റർ വന്നിട്ടുണ്ടായ ആക്ട്. അപ്പോഴാണ് ചേഞ്ച് എന്താ ഇവിടെ CGIനെ റിമൂവ് ചെയ്തു, എന്നിട്ട് റീപ്ലേസ് വിത്ത് ദ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ PM പ്രൈം മിനിസ്റ്റർ. ഓക്കെ, നമ്മളിവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് പറഞ്ഞു ആർട്ടിക്കിൾ 324(2) വരുന്നത്. അതിലെന്താ പറയുന്നത് ഈസി അപ്പോയിന്റ്മെന്റ് സബ്ജക്ട് ലോ ബൈ പാർലമെന്റ്, ഇത്രേ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെന്താ പറയുന്നത് ഓൾഡ് പ്രാക്ടീസ് വെച്ചാൽ എക്സിക്യൂട്ടീവ് ഡോമിനേറ്റ് ചെയ്ത കാര്യമായിരുന്നു ലോ മിനിസ്ട്രി, PM പ്രസിഡന്റ് പോയിണ്ടായത്. പക്ഷെ പിന്നീട് എന്ത് വന്നു PM ആ ഒരു LOP CGI വന്നു. അത് പക്ഷെ പിന്നീട് മാറ്റിയിട്ട് 2023 ആക്ട് പ്രകാരം PM LOP ക്യാബിനറ്റ് മിനിസ്റ്റർ വന്നു. ഓക്കെ, ആ ഒരു മാറ്റം വന്ന അവിടെയാണ്. പിന്നെന്താ ഇവിടെ പറയുന്നത് ഇഫ് LOP സീറ്റ് വേക്കന്റ് ആണെങ്കിൽ തന്നെ PM പ്ലസ് ക്യാബിനറ്റ് മിനിസ്റ്ററിന് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതാണ് ആ ഒരു ക്ലോസ് അഡീഷണൽ ക്ലോസ് ഇവിടെ വരുന്നത് ആക്ടിനകത്ത്. ഓക്കെ, ഇപ്പൊ റീസെന്റ് ഈ ഒരു കാരണത്തെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് പെറ്റീഷൻ വന്ന കേസിലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അത് ആക്ച്വലി വെച്ചാൽ നമ്മൾ GS1 മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രീഡം സ്ട്രഗിൾ പേഴ്സണൽസ് ഡിസൈഡ് ചെയ്യാൻ ഒരു രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ ഹൗ ദ ചർക്ക കെയിം ടു എംബോഡി ഗാന്ധി ആൻഡ് ടാഗോർസ് ഡീപ്പസ്റ്റ് ഡിസഗ്രിമെന്റ്സ്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു കണ്ടസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാഗോറിന്റെ 165th ബർത്ത് ആനിവേഴ്സറി ആണ് ഈ മെയ് 2026 നടക്കുന്നത്. ഓക്കെ, ആ ഒരു ഇതിലാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി വെച്ചാൽ ഗാന്ധിയും ടാഗോറൊക്കെ തന്നെ ആ രീതിയിൽ ഒരുപാട് രീതിയിൽ എന്താ പല രീതിയിലും ഫീൽഡ് സ്റ്റഡികൾ വർക്ക് ചെയ്തിട്ടുണ്ട്, മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇവിടെ തന്നെ പറഞ്ഞ വെച്ചാൽ എന്താ
1919 ജാലിയൻ പോലെ മസാക്കറിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഗാന്ധിയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മുമ്പോട്ട് പോയി. പക്ഷെങ്കിൽ ഈ ടാഗോർ ആണെങ്കിൽ നൈറ്റ്ഹുഡ് എന്താ പറയാ കളഞ്ഞു, ആ രീതിയിലേക്ക് മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു. പല രീതിയിലുള്ള ഡിസഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുന്നതാണെങ്കിൽ ഇവിടെ പറയുന്ന വെച്ചാൽ എന്താ, ഫിലോസഫിക്കലി ഡിസഗ്രിമെന്റ്സ് ബിറ്റ്വീൻ മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ് ടാഗോർ എസ്പെഷ്യലി അറൌണ്ട് ദ ചർക്ക സ്പിന്നിങ് വീൽ. ആ രീതിയിൽ പറയാൻ കാരണം വെച്ചാൽ ഗാന്ധിജി ചർക്കനെ കണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ ഓഫ് സെൽഫ് റിലയൻസ്, ഡിഗ്നിറ്റി ഓഫ് ലേബർ, നാഷണൽ യൂണിറ്റി രീതിയിൽ കണ്ടത്. ഓക്കെ, ആളെന്ന് വെച്ചാൽ എന്താ, വില്ലേജ് ഇൻഡസ്ട്രികൾ റിവൈവ് ചെയ്യാനും ആ രീതിയിലൊക്കെ ചർക്കയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ മാസ് മൊബിലൈസേഷനൊക്കെ വില്ലേജ് എക്കണോമി സ്വദേശി രീതിയിലൊക്കെ ആള് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിലാണ് ആളെന്താ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ടാഗോറിനാണെങ്കിൽ നിയർ എന്താ പറയാ, ചർക്ക എന്നുള്ളത് ആക്ച്വലി എന്താ, ഫിയർഡ് ചർക്ക ഇമ്പോസ്ഡ് മെക്കാനിക്കൽ യൂണിഫോമിറ്റി, സെയിം ടൈം സ്റ്റിഫിൾഡ് ക്രിയേറ്റിവിറ്റി, ആ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ആള് നമ്മുടെ ടാഗോർ വ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെന്താ, അഡ്വക്കേറ്റ് എഡ്യൂക്കേഷൻ ത്രൂ ലൈക്ക് ക്രിയേറ്റിവിറ്റി, നാച്ചർ, ഹോളിസ്റ്റിക് ലേണിംഗ്. ഇപ്പൊ വിശ്വഭാരതി ഒക്കെ ആ രീതിയിലാണ് ടാഗോറിനെ കണക്ട് ചെയ്യുന്നത്, ആ കാര്യം മനസ്സിലാക്കുക. പിന്നെന്താ, നാഷണലിസം വെച്ചാൽ കൾച്ചറൽ റിനൈസൻസ്, യൂണിവേഴ്സൽ ഹ്യൂമനിസം, ഫ്രീഡം ലൈക്ക് ഫ്രീഡം ഓഫ് തോട്ട് ഒക്കെയാണ് നമ്മുടെ ടാഗോറിന്റെ വ്യൂസ് വരുന്നത്. ബേസിക്കലി ഇവിടെ ടാഗോർ എന്നൊരു ഐഡന്റിറ്റി, ആ ഒരു പേഴ്സണാലിറ്റി, സെയിം ടൈം ഗാന്ധിജി എന്ന പേഴ്സണാലിറ്റി, അവരെങ്ങനെയാണ് നിൽക്കുന്നത്, രണ്ടുപേരുടെയും തോട്ട്സ് കാര്യങ്ങൾ, അവരിപ്പം ഇവിടെ പറഞ്ഞു ഇപ്പം ചില ക്രിയേറ്റിവിറ്റി ആ രീതിയിലൊരു എഡ്യൂക്കേഷൻ ഒക്കെയാണ് നമ്മുടെ ടാഗോറിന്റെ വ്യൂസിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഗാന്ധിജിന്റെ വ്യൂസ് ആണ് നൈ താലിം അല്ലെ, അതുപോലെ ക്രാഫ്റ്റ് ബേസ്ഡ് റൂട്ടഡ് മാനുവൽ ലേബർ, ലൈക്ക് അങ്ങനൊക്കെ രീതിയിലാണ് ഗാന്ധിജിന്റെ ഒരു വ്യൂസ് വരുന്നത്. അപ്പൊ ആ രീതി രണ്ട് പേഴ്സണാലിറ്റികളെയും ഡിഫറൻസ് ഓഫ് ആളുകൾ മനസ്സിലാക്കുക. ഇവിടെ തന്നെ വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് ദ കൾട്ട് ഓഫ് ദ ചർക്ക എന്ന് പറഞ്ഞിട്ട് ഒരു എസ്സേ പോലെ ക്രിട്ടിക് ചെയ്തുകൊണ്ട് ഗാന്ധിജിന്റെ ആ ഒരു സിംബലിസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ടാഗോർ എഴുതിയൊരു എസ്സേ ആണത്. ഓക്കെ, അതേ സെയിം ടൈം അതിനെതിരായിട്ട് തന്നെ നമ്മുടെ ഗാന്ധിജി ആണെങ്കിലും ദ പോയറ്റ് ആൻഡ് ദ ചർക്ക എന്ന് പറഞ്ഞുകൊണ്ട് 1925 ഈ ചർക്ക ഒരു ഇതിനകത്തുള്ള സ്റ്റാൻഡ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടും എഴുതിയിട്ടുണ്ട്. ബേസിക്കലി വെച്ചാൽ ആ രണ്ട് പേഴ്സണാലിറ്റികൾ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് അതിന് മനസ്സിലാക്കി വെക്കാം. ഇവിടെ പറയാൻ കാരണം വെച്ചാൽ ആക്ച്വലി രണ്ട് എന്താ പറയുക PYQ മെയിൻസും ഒരു PYQ മെയിൻസ് ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ പറയുന്നത് എന്താ, വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മഹാത്മാഗാന്ധി ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ ഇൻ ദിയർ അപ്രോച്ച് ടുവേർഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് നാഷണലിസം. ഓക്കെ, 2023 UPSC മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അവിടെ തന്നെ കാണിക്കുന്നത് എന്താ, രണ്ടുപേര് ആ പേഴ്സണാലിറ്റികൾ അവരുടെ അപ്രോച്ച് എന്താണ്, ആ രീതിയിൽ ഇമ്പോർട്ടൻസ് ഇവിടെ UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ടുപേരും നോക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഒരു ഈ മെയിൻസ് ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം. പിന്നെ പറയുന്നത് വേറൊരു എക്സാമിൽ പ്രിലിംസ് വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് വരുന്ന ശേഷം എന്താ, വിത്ത് റെഫറൻസ് ഓഫ് മഡനപ്പള്ളി ഓഫ് ആന്ധ്രാപ്രദേശ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ, ഇതിൽ ബേസിക്കലി 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കറക്റ്റ് കാര്യം വെച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ട്രാൻസ്ലേറ്റഡ് ദ നാഷണൽ ആന്തം ഫ്രം ബംഗാളി ടു ഇംഗ്ലീഷ് ഹിയർ. ഓക്കെ, ബേസിക്കലി വെച്ചാൽ ഈ രവീന്ദ്രനാഥ് ടാഗോർ ആ ഒരു രീതിയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇപ്പോൾ 165th ബർത്ത് ആനിവേഴ്സറി വരുന്നതുകൊണ്ട് തന്നെ ആ റിലേറ്റഡ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തേക്ക് പോവാം. എന്താ അടുത്ത വെച്ചാൽ GS2 ഗവേണൻസ് ജസ്റ്റിന്റെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും സിലബസിനകത്ത്. ബേസിക്കലി വെച്ചാൽ നമ്മളെ MGNRE GS സ്കെയിൽ വർക്ക് ഡേയ്സ് ഫെൽ ഇൻ 25-26 ഫൈൻ സ്റ്റഡി. ഓക്കെ, ബേസിക്കലി വെച്ചാൽ നമ്മുടെ ഇപ്പം മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ് MGNRE GS. 2005 സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ്. ബേസിക്കലി നമുക്കറിയാം എന്താ, ആ ഒരു 100 ദിവസത്തെ ഒരു തൊഴിൽ കൊടുക്കുക, ആ ഒരു വരുമാനം കൊണ്ടുവരാനും അൺസ്കിൽഡ് വർക്ക്സ് വഴി ആ ഒരു എന്താ പറയുക ഒരു ആക്സബിലിറ്റിയും ആ ഒരു എംപ്ലോയ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ സ്കീമായിരുന്നു MGNRE GS എന്നുള്ളത്. റീസെന്റ് ആണെങ്കിൽ അത് മാറ്റിയിട്ട് ഇപ്പം VBG റാംജി രീതിയിൽ മാറ്റിയിട്ടുണ്ട്. എന്താ, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട്. ഓക്കെ, 2025 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആക്ച്വലി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ മിനിസ്ട്രി പാർട്ട് വരുന്നത് മനസ്സിലാക്കാം. ഇവിടെ ബേസിക്കലി വെച്ചാൽ എന്താ, ഇവിടെ ഒരു ലിപ്ടെക് എന്നൊരു ഇന്ത്യ എന്ന ഒരു കൺസോർഷ്യം സ്റ്റഡി ചെയ്ത പ്രകാരമാണെങ്കിൽ ഇതിനകത്തുള്ള അപ്ഡേറ്റുകൾ പറയുന്നത് ആക്ച്വലി ഇവിടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലൈക്ക് കീ ഫൈൻഡിങ്സ് എന്നൊക്കെ വെച്ചാൽ എന്താ, രജിസ്ട്രേഷൻസ് ഹൗസ് ഹോൾഡുകളുടെ എണ്ണം എന്നുള്ളത് 15.46 കോടി. ഓക്കെ, കമ്പയർ ടു 14.98 crore ഇത് കൂടിയിട്ടുണ്ട് രജിസ്ട്രേഷൻസ്. ഓക്കെ, പക്ഷേ കാര്യം എന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് ഒരു കണക്ക് നോക്കുന്നതാണെങ്കിൽ ഫ്യൂവർ ഹൗസ് ഹോൾഡ്സ് ആണ്, 44 lakhs കുറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ വർക്കേഴ്സ് ആണെങ്കിൽ 67 lakh കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ആക്ച്വലി ഗോട്ട് ജോബ്സ് അത്രയും ജോബ് കിട്ടിയിട്ടുണ്ടായുള്ളൂ ആ കണക്ക് നോക്കുകയാണെങ്കിൽ. പിന്നെന്താ, വർക്ക് ഡേയ്സ് കുറഞ്ഞു, പെർസെൻറ്റേജ് പെർ ആ ഒരു നോക്കാൻ 21.5% അത് കുറയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആക്ച്വലി വെച്ചാൽ അത് നോക്കുമ്പോൾ കണക്ക് കൂട്ടുമ്പോൾ 268 എന്താ പറയുക 260.44 crore ഇതുണ്ടായത് റീസെന്റ് ആണെങ്കിൽ
210.73 crores മാത്രമാണ് അവിടെ വന്നിട്ടുണ്ടായത്. പിന്നെന്താ ആവറേജ് വർക്ക് ഡേയ്സ് കുറഞ്ഞു, ഇൻകം ലോസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ എന്തെങ്കിലും നോക്കുന്നതാണെങ്കിൽ 100 day കംപ്ലീഷൻ നോക്കുന്നത് എന്താ 40% ഫ്യൂർ ഹൗസ് ഹോൾഡ്സ് മാത്രമാണ് റീച്ച് ദ ഗ്യാരണ്ടീഡ് 100 days. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ആ ഒരു നോക്കുന്നതാണെങ്കിൽ ബാക്കി 60% ആൾക്കാർക്കും അത് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. നോക്കുമ്പോൾ എന്താ രജിസ്ട്രേഷൻസ് കൂടി, പക്ഷെ ആ ഒരു ഇമ്പാക്ട് ആ ഒരു നമ്മൾ ഡാറ്റ നോക്കുന്നതാണെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് കുറഞ്ഞു. അതിനിവിടെ ഡാറ്റ പറയുന്നത് ഇവിടെ പറഞ്ഞ വെച്ചാൽ എന്താ റീജിയണൽ ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ എന്താ തമിഴ്നാട് 42.8% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹരിയാന 41.7% രീതിയിൽ സ്റ്റീപ്പസ്റ്റ് ഡിക്ലൈൻസ് കാണിക്കുന്നുണ്ട്. അൺസർട്ടൻ ട്രാൻസിഷൻ. ഓക്കെ, MGNRE GS അവിടെ നിന്ന് മാറി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആക്ച്വലി എന്താ ആ ഒരു രീതിയിൽ വരുമ്പോൾ ആകെ ഓൺലി 30,000 crore മാത്രമേ കൊടുത്തിട്ടുണ്ടായുള്ളൂ. അത് ആക്ച്വലി ആ ഒരു ഇൻഡിക്കേറ്റ് ആണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ പറഞ്ഞു വെച്ചാൽ എന്താ ഡെസ്പൈറ്റ് റൈസിംഗ് ഡിമാൻഡ് രജിസ്ട്രേഷൻസ് കൂടി, പക്ഷെ സപ്ലൈ ഓഫ് ജോബ്സ് ഫെൽ. ഓക്കെ, ഇൻഡിക്കേറ്റ്സ് വീക്കനിങ് ഓഫ് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എന്ത് കുറച്ച് കണക്കുകൾ ബേസിക്കലി വെച്ചാൽ എന്താ ആ ഒരു ഇവിടെ തന്നെ പറയുന്ന ആ ഒരു ഇത് കാരണം 30,000 കോടി എന്നുള്ളത് ആക്ച്വലി ആ ഒരു ട്രാൻസാക്ഷന് പറ്റിയ ഇതായിരിക്കില്ല, ആ ബുദ്ധിമുട്ടുണ്ടാവാൻ ഇത് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞ വെച്ചാൽ എന്താ ആ ഒരു 14.98 crore 2024-25 ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു 2025-26 നോക്കുന്നതാണെങ്കിൽ 15.46 crore രീതിയിലേക്ക് ഇതിന്റെ രജിസ്ട്രേഷൻസ് ഹൗസ് ഹോൾഡിൻ്റെത് കൂടിയിട്ടുണ്ട്. ഇൻക്രീസ്ഡ് ബൈ 3.2% ആണ്. അതുപോലെ നോക്കുന്നതാണെങ്കിൽ 44 lakh ഫ്യൂർ ഹൗസ് ഹോൾഡ്സും അതുപോലെ 67 lakh വർക്കേഴ്സും ആണെങ്കിലും എന്താ എംപ്ലോയിഡ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. ഓക്കെ, ഫ്യൂർ എംപ്ലോയിസ്ഡ് ആണ്. ഓക്കെ, കമ്പയർ ടു 2024-25 25 നോക്കുകയാണെങ്കിൽ അതിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ ഇവിടെ പറയുന്നുണ്ട് ആ ഡിക്ലൈൻസ് എന്നുള്ളത് 8.2%, 9.1% ആണ് ഡിക്ലൈൻസ് വന്നിട്ടുണ്ടായത് ആ ഒരു എംപ്ലോയ്മെന്റ് കൊടുക്കുന്നുള്ളതിൽ. പിന്നെന്താ നമ്പർ ഓഫ് പേഴ്സൺസ് ഡേയ്സ് ഓഫ് വർക്ക് ജനറേറ്റഡ് under the program fell sharply by 21.5% compared to 2024-25 to 25-26. Okay, ഇവിടെ പറഞ്ഞ 268.44 crore എവിടെയാ 24-25 ഒരു കണക്കായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ 210.73 crore മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ആ രീതിയിലൊക്കെ ഇതിന്റെ ആ ഒരു സ്കെയിൽ ആ ഒരു ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ വന്നപ്പോൾ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ കൂടുകയോ ചെയ്തത്. പിന്നെ മാത്രമല്ല ഈ ഒരു സ്കീമൊക്കെ മാറുമ്പോഴാണെങ്കിലും അത് ഇത്രമാത്രം ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അൺസർട്ടൺ ആയ രീതിയിൽ ട്രാൻസാക്ഷൻ ആണ് രീതിയിലാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാൻ അടുത്തേക്ക് പോവാം. അത് ആക്ച്വലി വെച്ചാൽ നമ്മൾ GS3 സെക്യൂരിറ്റി ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും ഡിഫൻസ് രീതിയിലൊക്കെ. ഓക്കെ, ബേസിക്കലി വെച്ചാൽ DRDO കണ്ടക്ട് മെയ്ഡൻ ട്രയൽ ഓഫ് താര ഗ്ലൈഡ് വെപ്പൺ. ഓക്കെ, ഇത് ബേസിക്കലി വെച്ചാൽ ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ വെപ്പൺ. ഓക്കെ, അതാണ് ഈ താര വെപ്പൺ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫസ്റ്റത്തെ മെയ്ഡൻ ഫ്ലൈറ്റ് ട്രയലാണ് നടത്തിയിട്ടുണ്ടായത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് ഗ്ലൈഡ് വെപ്പൺ സിസ്റ്റം ആണ്. ഇത് ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺവേർട്ടിംഗ് കൺവെൻഷണൽ അൺഗൈഡഡ് വാർഹെഡ്സ് ഇൻ ടു പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺസ് ഫോർ അക്യുറേറ്റ്ലി എൻഗേജിങ് ഗ്രൗണ്ട് ബേസ്ഡ് ടാർഗറ്റ്സ്. ഓക്കെ, ഇപ്പം വലിയ വലിയ ബോംബുകളൊക്കെ ആണെങ്കിൽ അത് അതിന്റെ എന്താ പറയുക അത്രയും ബെറ്റർ ആയിട്ടുള്ള പ്രിസിഷൻ അക്യുറസി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് അത് എന്താ പറയുക ഡിപ്ലോയ് ചെയ്യുമ്പോൾ അതിന്റെ പ്രിസിഷൻ ബേസ്ഡ് സ്ട്രൈക്ക് ചെയ്യാനും അതിന്റെ ഒരു എന്താ പറയുക ഗ്രൗണ്ട് ബേസ്ഡുള്ള ടാർഗറ്റുകളെ ബെറ്റർ ആയിട്ട് എന്താ പറയുക കൊടുക്കാനും എന്താ പറയുക ആ രീതിയിലേക്ക് അക്യുറേറ്റ്ലി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രിസിഷൻ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലൈഡ് വെപ്പൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആക്ച്വലി ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജിനസ് ഗ്ലൈഡ് വെപ്പൺ ആണ് ഈ താര എന്ന് വരുന്ന ഒരു കാര്യം. ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ വെപ്പൺ. ഓക്കെ, അത് ഇമ്പോർട്ടൻസ് നോക്കുക. പിന്നെന്താ വെച്ചാൽ ഇത് റിസർച്ച് ഡെവലപ്പ് ചെയ്യുന്ന വെച്ചാൽ റിസർച്ച് സെന്റർ ഇമാരത്ത് അലോങ് വിത്ത് അതർ DRDO ലാബുകളാണ് ഇത് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, ഇതെന്താ aimed at improving the range and lethality of low cost aerial weapons. ആ രീതിയിൽ ആ ഒരു നമ്മളൊരു മിനിസ്ട്രി ഓഫ് തന്നെ ഡിഫൻസിന്റെ തന്നെ ആ ഒരു കുന്തമുനയിൽ മാറുന്നുണ്ടാവും ഈ ഒരു വെപ്പൺ എന്നുള്ളത്. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളിൽ. എന്താ DRDO ഇന്ത്യൻ എയർഫോഴ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രയൽ ഓഫ് താര ഗ്ലൈഡ് വെപ്പൺ എന്താ പറയുക നടത്തിയിട്ടുണ്ടായത് ഈ മെയിൽ നടത്തിയത്. ഓക്കെ, വെപ്പൺ നെയിമാണ് താര ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ എന്നുള്ളത്. ഫസ്റ്റ് ഇൻഡിജിനസ് ആയിട്ടുള്ള ഗ്ലൈഡ് വെപ്പൺ സിസ്റ്റം ആണിത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറയുന്നുണ്ട് ലോ കോസ്റ്റ് സൊല്യൂഷൻ ടു എൻഹാൻസ് ദ lethality and accuracy of existing unguided munitions. ഓക്കെ, പിന്നെന്താ വെച്ചാൽ ബേസിക്കലി ന്യൂട്രലൈസ് ഗ്രൗണ്ട് ബേസ്ഡ് ടാർഗറ്റ്സ് വിത്ത് ഹൈ പ്രിസിഷൻ. ഓക്കെ, അപ്പൊ ലക്ഷ്യം വെച്ചാൽ ഇതിന്റെ സക്സസ് റേറ്റ് കൂട്ടാൻ സാധിക്കുന്നുണ്ടാവും. നമുക്ക് ആ ഒരു ദൂരെ തന്നെ ഈ വെപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ലോ കോസ്റ്റിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, കൂടാതെ ഈ പ്രിസിഷൻ സ്ട്രൈക്കുകൾ കിട്ടുന്നുണ്ടാവും. ഇവിടെ പറയും കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നുള്ളത്. എന്താ existing unguided bombs instead of building new expensive systems. Okay, ബേസിക്കലി വെച്ചാൽ
ഈ ഒരു ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ എക്സിസ്റ്റിംഗ് ആയുള്ള മെക്കാനിസം ആ ഒരു വെപ്പൺസ് തന്നെ അവിടെ പ്രിസിഷൻ ബേസ്ഡ് ആയിട്ട് അറ്റാക്കിങ് സാധിക്കുന്നുണ്ടാവും. പിന്നെ വെച്ചാൽ പ്രിസിഷൻ സ്ട്രൈക്ക് ആണ്. ഡം ബോംബ്സ് ഇൻ ടു സ്മാർട്ട് ഗ്ലൈഡ് വെപ്പൺസ്. പിന്നെ വെച്ചാൽ ഇതിന്റെ മോഡുലർ കിറ്റ് ഇൻക്രീസസ് റീച്ച് കൂട്ടുന്നുണ്ട്. പിന്നെന്താ സ്ട്രാറ്റജിക് ഇമ്പാക്ട് ഉള്ളത് ഇന്ത്യയുടെ സെൽഫ് റിലയൻസിനെ ഒരു ഡിഫൻസ് ടെക്നോളജിയിൽ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ബേസിക്കലി പിന്നെ ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചാൽ റിസർച്ച് സെന്റർ ഇമാരത്താണ്, ഹൈദരാബാദ് ബേസ്ഡ്, വിത്ത് DRDO ലാബ് കൂടി ചേർന്നിട്ടാണ് ആക്ച്വലി ഈ ഒരു താര വെപ്പൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റീക്യാപ്പ് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞു വെച്ചാൽ ഡാറ്റ സ്റ്റാൻഡർഡൈസേഷൻ ഇമ്പോർട്ടൻസ് പറഞ്ഞു. നമ്മുടെ ആക്ച്വലി പല പ്രശ്നങ്ങളും നീതിയായ റിപ്പോർട്ട് പ്രകാരം നമ്മൾ ചൂണ്ടിക്കാണിച്ചു. പിന്നീട് എന്തൊക്കെ ഒരു പോളിസി നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. കാര്യം വെച്ചാൽ ഇത് ഡാറ്റ സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല എങ്കിൽ പൂർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാകുന്നുണ്ട്. സെയിം ടൈം നമ്മുടെ എക്കണോമിക് പൊട്ടൻഷ്യൽ തന്നെ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ശേഷം നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞ IDMO പോലെ ഇന്ത്യൻ ഡാറ്റ മാനേജ്മെന്റ് ഓഫീസ്, അതുപോലെ എന്താ UN തന്നെ ആ ഒരു സ്റ്റാൻഡേർഡൈസ് ആ ഒരു മെക്കാനിസം ഫോളോ ചെയ്യുക. കൂടാതെ ആ ഒരു ഇത് റെപ്പോസിറ്ററി, പിന്നെ അല്ലാതെ എന്താ ഒരു ആനുവൽ ആ ഒരു ഇൻഡെക്സ് കൊണ്ടുവരിക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മെക്കാനിസം ഡാറ്റ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാനും അക്രോസ് മിനിസ്ട്രി സ്റ്റേറ്റുകൾ ആ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഇതിൽ ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്നുണ്ടോ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ പറഞ്ഞ ശേഷം CECന്റെ അപ്പോയിന്റ്മെന്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ, അവിടെ എന്തൊക്കെ ചലഞ്ചുകൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ സംസാരിച്ചു. ഓക്കെ, ലാസ്റ്റ് പിന്നെ പറഞ്ഞ ശേഷം നമ്മളെ ടാഗോർ ഗാന്ധിജി രണ്ടുപേരുടെ പേഴ്സണാലിറ്റി ഇമ്പോർട്ടൻസ് പറഞ്ഞു. അത് 2 PYക്ക് വന്നിട്ടുണ്ട്, ഒരു മെയിൻസ് PYക്ക് വന്നിട്ടുണ്ട്, കൂടാതെ പ്രിലിംസ് PYക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. സെയിം ടൈം വെച്ചാൽ പിന്നെന്താ അതിനകത്ത് എങ്ങനെയാണ് ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ടാഗോറിന്റെ ഒരു 165th ബർത്ത് ആനിവേഴ്സറി ഉള്ള കാര്യമാണ് മനസ്സിലാക്കുക. ആ രീതിയിൽ ആ 2 പേഴ്സണാലിറ്റി ഫോക്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ വെച്ചാൽ MGNREG ഒരു നോക്കുന്നതാണെങ്കിൽ റീസെന്റ് സർവേ പ്രകാരമാണെങ്കിൽ ആക്ച്വലി ആ രജിസ്ട്രേഷൻസ് കൂടി, പക്ഷേ കാര്യം എന്താ അതിന്റെ ഇമ്പാക്ട് രീതിയിലേക്ക് വർഷം കഴിയുന്നവർ കുറഞ്ഞിട്ട് വരെ ചെയ്യുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളോട് സംസാരിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ DRDO IF കൂടെ ഫസ്റ്റത്തെ ഒരു താര ഗ്ലൈഡ് വെപ്പണിന്റെ ഒരു ട്രയൽ നടത്തി. അതിന്റെ താര വെപ്പൺ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഡെവലപ്പ് ചെയ്ത നമ്മളോട് സംസാരിച്ചു. ഓക്കെ, ബേസിക്കലി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് എന്നാലും അടുത്ത ന്യൂസും ആർട്ടിക്കിൾസും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.